2024 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, തെലുങ്ക് നടൻ ചിരഞ്ജീവി, നർത്തകിയും നടിയുമായ വൈ ജയന്തിമാല, നർത്തകി പത്മ സുബ്രഹ്മണ്യം എന്നിവർക്ക് പത്മവിഭൂഷൺ ലഭിച്ചു. ജസ്റ്റിസ് ഫാത്തിമ ബീബി, BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഒ രാജഗോപാൽ, ഗായിക ഉഷ ഉദുപ്പ്, മിഥുൻ ചക്രവർത്തി, നടൻ വിജയകാന്ത് തുടങ്ങി 17 പേർക്ക് പത്മഭൂഷണും ലഭിച്ചു. 6 മലയാളികൾ ഉൾപ്പെടെ 110 പേർക്ക് പത്മശ്രീ പുരസ്കാരത്തിന് അർഹയായി. കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണൻ ബാലേരി, കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ EP നാരായണൻ, മുനിനാരായണ പ്രസാദ്, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി, P ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നിവരാണ് ഈ പത്മശ്രീ ലഭിച്ച മലയാളികൾ. അതേസമയം പത്മഭൂഷൺ പുരസ്കാരം നേട്ടത്തിൽ സന്തോഷവാനാണെന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഒ രാജഗോപാൽ പറഞ്ഞു. താനിതിന് പുറകെ നടന്നിട്ടില്ല, തനിക്കിത് സർപ്രൈസ് ആയിരുന്നുവെന്നും തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി ഇതിനെ കണക്കാക്കുന്നുവെന്നുമാണ് രാജഗോപാൽ ഇന്നലെ ഈ വാർത്തയോട് പ്രതികരിച്ചത്. രാജഗോപാലിന്റെ വാക്കുകളിലേക്ക്. വളരെ നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനിതിൻ്റെ പുറകെ നടന്നിട്ടില്ല. ഇതൊരു സർപ്രൈസ് ആയിരുന്നു എനിക്ക്. അങ്ങക്ക് വിഭൂഷൺ തരാൻ പോകുന്നു എന്ന് പറയുന്നു, അതെങ്ങനെ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സർക്കാരിൻ്റെ തരുന്നതായിട്ടുള്ളൊരു ആനുകൂല്യമല്ലേ, അത് തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കും, സന്തോഷപൂർവ്വം സ്വീകരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് ഞാൻ കാണുന്നു. ഒരു സമൂഹത്തിന് എങ്ങനെ ഗുണകരമാവുക എന്നുള്ളതാണ് പരിഗണന. അത്തരമൊരു കാഴ്ചപ്പാടിന് കിട്ടിയിട്ടുള്ള അംഗീകാരമാണ്.